നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസർ ട്രെയിനിങ് ക്യാമ്പ് പോർച്ചുഗലിലാണല്ലോ. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ജാവോ ഫെലിക്സ് അൽ നസർ വിടുമോ? ഇന്നലത്തെ നമ്മുടെ ലൈവിലൊക്കെ ആ ചോദ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ വലിയ രൂപത്തിൽ റൂമറുകൾ വരുന്നു? അപ്പോൾ നമ്മളതൊന്ന് പരിശോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്തുന്നു. ജാവോ ഫെലിക്സ്, ബ്രസോവിച്ച്, ബെൻഡോ തുടങ്ങിയ അൽ നസർ താരങ്ങളുടെ അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ. ജാവോ ഫെലിക്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് തുർക്കി ലീഗിൽ നിന്ന് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. റീസെൻറ്റ് ഡേയ്സിൽ അദ്ദേഹത്തിന് ശരിക്കും ഓഫർ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം അൽ നസറിൽ തന്നെ തുടരും. അദ്ദേഹത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിക്കുന്നത് തുടരണം. അപ്പോൾ ആ ഒരു താല്പര്യത്തിൽ അദ്ദേഹം അൽ നസറിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. നിലവിൽ ട്രാൻസ്ഫർ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാർസലോ ബ്രസോവിച്ച് അദ്ദേഹത്തെ അൽ ഇത്തിഹാദിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പൊട്ടൻഷ്യൽ സമ്മർ സൈനിങ് എന്ന രൂപത്തിൽ. പക്ഷേ ക്ലബ്ബ് ഇതുവരെ ഒഫീഷ്യൽ സ്റ്റെപ്പ് ആ കാര്യത്തിൽ എടുത്തിട്ടില്ല. അദ്ദേഹം സൗദി പ്രോ ലീഗിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. പിന്നെ അൽ നസർ സ്ട്രോങ്ലി നോക്കുന്നൊരു കാര്യമുണ്ട്, ബെൻഡോയെ ഒഴിവാക്കുക. ബെൻഡോയെ ഒഴിവാക്കി കഴിഞ്ഞാൽ സമ്മറിൽ പുതിയൊരു ഫോറിൻ സൈനിങ് നടത്താൻ പറ്റും. അതൊരു ഫുൾ ബാക്കോ അല്ലെങ്കിൽ മിഡ്ഫീൽഡറോ ആയിട്ടുള്ളൊരു സൈനിങ് നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് അൽ നസർ ഉള്ളത്. സോ ആരായിരിക്കും സാമു കോസ്റ്റയ്ക്ക് ശേഷം ക്ലബിലേക്ക് എത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. സാമു കോസ്റ്റയുടെ കാര്യത്തിൽ നമുക്കറിയാം, അദ്ദേഹത്തെ മധ്യനിരയിലേക്ക് അവർ കൊണ്ടുവരികയാണ്. സോ സാമു കോസ്റ്റ ടു അൽ നസർ എന്നുള്ളത് ആരാധകർ ആഗ്രഹിക്കുന്ന ഒന്നാണ്. സോ അദ്ദേഹത്തെ കൂടാതെ മധ്യനിരയിലേക്കോ ഫുൾ ബാക്ക് പൊസിഷനിലേക്കോ ഒരാളെ കൊണ്ടുവരണം. അതിനുവേണ്ടി ബെൻഡോയെ ഒഴിവാക്കാൻ അൽ നസർ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ഏതായാലും ഇതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ക്യാമ്പ് നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നുണ്ട്. സാദിയോ മാനെയൊക്കെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.